എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ധൈര്യത്തോടുകൂടിയ ഭയമെന്ന് പറയുന്ന സാധാരണ ഒരു പ്രോഡക്റ്റാണ്. അവിടെ ദൈവവചനം പറയുന്നു ധൈര്യത്തോടുകൂടിയ പ്രാർത്ഥന നമ്മുടെ മറുപടിയെ കൊണ്ടുവരും. ധൈര്യത്തോടുകൂടിയ പ്രാർത്ഥന. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥനകൾ നിയമപരമായി സാത്താന് തടയാൻ കഴിയരുത്. അതുകൊണ്ട് നാം ഈ പറഞ്ഞ ഓരോ വചനങ്ങളും എടുത്തു വെച്ച് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഇന്നു മുതൽ ഉള്ള പ്രാർത്ഥന ദൈവവചന പ്രകാരവും ദൈവത്തിന്റെ പ്രസാദ പ്രകാരവും ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവും. നമ്മുടെ അനുഗ്രഹങ്ങളുടെ റിലീസ് ചെയ്യപ്പെടും. ആ ഒഴുക്കിനെ തടയുന്ന സകല ശത്രുവിന്റെ ബലത്തെയും യേശുവിന്റെ ആത്മാവ്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത രണ്ട് സത്യങ്ങളുണ്ട്. ഒന്ന്, നാം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. രണ്ട്, നാം അനുഗ്രഹിക്കപ്പെടാതെ ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഒന്ന്, പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മിലേക്ക് വരുന്നതിന് ഒരു കാരണമുണ്ട്. രണ്ട്, പ്രാർത്ഥനയുടെ മറുപടി നമ്മിലേക്ക് തടയപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. ഇന്ന് ഈ ചെറിയ സന്ദേശത്തിലൂടെ അതിൻ്റെ ചില കാരണങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ ലിഖിതത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിൽ തടയപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികളെ റിലീസ് ചെയ്യിക്കുന്നതിന്, നിങ്ങളിലേക്കുള്ള അനുഗ്രഹത്തിന്റെ ഒഴുക്കുകളെ തടയുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് സഹായകമായിരിക്കും. അതുകൊണ്ട് പരമാവധി ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. കർത്താവിന്റെ രാജ്യത്തെ വളരുവാൻ നിങ്ങളുടെ ഒരു ഷെയറിങ് വലിയ ഒരു പങ്ക് വഹിക്കും എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളിലൂടെ രേഖപ്പെടുത്തിയാൽ അത് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് അത് വളരെ പ്രചോദനമായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി നന്നമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഞാൻ ഇന്നത്തെ ഈ ശുശ്രൂഷ, ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു 20 മിനിറ്റിനകത്തുള്ള ഈ ഒരു സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിലും എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ, എൻ്റെ ബോധ്യങ്ങളിൽ നിന്നും കൂടെയാണ്. എൻ്റെ എല്ലാ മീറ്റിംഗ്സും എൻ്റെ എല്ലാ മെസ്സേജസും മാക്സിമം ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും കൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്, നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. വെറുതെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ പിന്നിൽ സോളിഡ് ആയിട്ടുള്ള ചില ഘടകങ്ങൾ വേണം. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ലൈഫിൽ സോളിഡ് ആയിട്ടുള്ള ചില ഘടകങ്ങൾ വേണം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ മുൻപോട്ടുള്ള വചനഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്, യെശയ്യാ പ്രവാചകൻ പറയുന്നു, ദൈവത്തിന്റെ മുഖം ആർക്കും മറയ്ക്കപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ കാത് ആർക്കും അടയ്ക്കാനൊക്കത്തില്ല. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ലോകത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ശത്രു ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് സാത്താനും അവന്റെ തന്ത്രങ്ങളുമാണെന്ന് നമുക്കറിയാം. എന്നാൽ ആ സാത്താന് പോലും ദൈവത്തിന്റെ കാതിനെ മറയ്ക്കാനൊക്കത്തില്ലെന്നും, ആ സാത്താന് പോലും ദൈവത്തിന്റെ മുഖത്തെ മറയ്ക്കാനൊക്കത്തില്ല എന്നും ഈ വചനത്തിനകത്ത് തന്നെ കിടക്കുമ്പോൾ ആർക്കും അവന്റെ മുഖം മറയ്ക്കാൻ കഴിയത്തില്ല, ആർക്കും അവന്റെ കാതുകൾ അടയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, സാത്താൻ കേൾക്കത്തക്ക രീതിയിൽ ഒരുപക്ഷെ നമ്മിൽ പലരും പറഞ്ഞിട്ടുണ്ടാകാം, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവത്തിന് എന്നോടൊരു കരുണയുമില്ല, ഞാൻ ഈ കരയുന്നതും ഞാൻ ഈ നിലവിളിക്കുന്നതൊന്നും ദൈവം പോലും കാണുന്നില്ലല്ലോ, ദൈവം പോലും കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം.
എന്നാൽ ഈ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അപ്പൊ എന്റെ മുമ്പിലേക്ക് നീളുന്ന ഒരു കരമുണ്ട്. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടുമില്ല. അപ്പോ എന്നെ കേൾക്കുന്ന ഒരു കാതുണ്ട്. നിങ്ങളുടെ അകൃത്യങ്ങൾ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ അകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിളിക്കുന്ന ഒരു ജനത്തോടാണ്, പ്രാർത്ഥിക്കുന്ന ഒരു ജനത്തോടാണ്, ദൈവസഹായത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരു ജനത്തോടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ഈ വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മറുപടി വരാതിരിക്കുന്നതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ഈ ദൈവമേ ദൈവമേ വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഒരു ദൈവപ്രസാദം ഒഴുകാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നിങ്ങൾ ഇത്രയും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, ദൈവം എന്താ എന്നോട് കരുണയില്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ അനുഗ്രഹങ്ങളാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികളാകട്ടെ, ദൈവിക പ്രസാദമാകട്ടെ, ദൈവത്തിന്റെ റെസ്പോൺസ് ആകട്ടെ, നിങ്ങളിലേക്ക് ആ ഒഴുക്ക് തടയപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഭൂതമല്ല, പ്രേതമല്ല, പിശാചല്ല, അവന്റെ ഉൽപ്പന്നങ്ങളാകുന്ന അകൃത്യങ്ങളും പാപങ്ങളുമാണ് എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഈ അകൃത്യങ്ങൾ, എന്തൊക്കെയാണ് ഈ പാപങ്ങൾ എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവും. അത് ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ ഞാൻ പറയാം. ശ്രദ്ധിച്ചേ, സാത്താനല്ല ദൈവത്തിന്റെ ചെവി പൊത്തുന്ന, മുഖം മറയ്ക്കുന്ന, കയ്യെ തടയുന്ന. നമ്മിലൂടെ തന്നെ ഉത്ഭവിക്കുന്ന നമ്മുടെ ഒരു ക്യാരക്ടറിസം തന്നെ, നമ്മിലൂടെ നമ്മുടെ തന്നെ ശ്രദ്ധയില്ലായ്മയിലൂടെ പുറത്തേക്ക് വരുന്ന ചില കാര്യങ്ങൾ പോലും നമ്മുടെ അനുഗ്രഹത്തിന് ഒഴുക്ക് തടയപ്പെടുന്നു എന്ന് ഈ ഭാഗം മാത്രമല്ല പല ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഞാനും എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കുറച്ച് ഒന്ന് വൈകിപ്പോയി. ഇപ്പൊ എന്റെ മൈൻഡിൽ, അതായത് ഞാൻ അത് മനസ്സിലാക്കുന്നതിന് മുന്നേ ഇതൊന്നും അത്ര വലിയ തെറ്റല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ലഘുപാപമാണ് എന്ന കാറ്റഗറിക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവൻ ബൈബിളിനകത്ത് വലിയ ഒഫൻസ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ മെസ്സേജ് സംസാരിക്കുന്നത് വളരെ ആഴമായ ആത്മീയ ജീവിതമുള്ള ദൈവമക്കളോടാണ്. വളരെ ആഴമായ രീതിയിൽ ആത്മീയ ജീവിതമുള്ള ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം വളരെ ആഴത്തിൽ ആത്മീയതയുള്ളവർ മാത്രമേ ദൈവത്തെ കുറ്റപ്പെടുത്തത്തുള്ളൂ. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്നോട് തമ്പുരാന് കരുണയില്ല, നമ്മുടെ ഒന്നും ഉപവാസമൊന്നും ദൈവം കാണുന്നില്ല എന്ന് കുറ്റപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് പറയുന്നത്. വളരെ ആഴമായ ആത്മീയ ജീവിതം പുലർത്തുന്ന ദൈവമക്കളോടാണ്, മിനിസ്ട്രി ചെയ്യുന്നവരാണ്. നമ്മൾ ഈ പലതും ലഘുപാപം, നമ്മൾ നെവർ മൈൻഡ് ആയിട്ട്, സില്ലി ആയിട്ട് കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ബ്ലെസ്സിങ്ങിനെ മറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നു എന്നുണ്ടെങ്കിൽ, അതിനെ നമ്മൾ തീർച്ചയായിട്ടും ഉണർന്ന് വളരെ ഗൗരവത്തോടുകൂടെ അതിനെ കണ്ട് തിരുത്തിയേ മതിയാകും. നിങ്ങളുടെ അകൃത്യങ്ങൾ, അപ്പൊ ഒന്നാമത്തെ കാര്യം അകൃത്യങ്ങൾ, കൃത്യമല്ലാത്ത കാര്യങ്ങൾ, കൃത്യതയോടെ അല്ലാത്ത കാര്യങ്ങൾ, കൃതജ്ഞതയോടെ അല്ലാത്ത കാര്യങ്ങൾ, കൃത്യനിർവഹണത്തിനകത്തു വരാത്ത ചില കാര്യങ്ങൾ, അകൃത്യങ്ങൾ, നേരല്ലാത്തതായ ചില കാര്യങ്ങൾ നമ്മിലേക്കുള്ള അനുഗ്രഹത്തെ തടയുകയും നമ്മുടെ പ്രാർത്ഥനകളെ മറുപടികളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. കാരണം തിരുവെഴുത്തിൽ തന്നെ പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ, സഹോദര, നമ്മുടെ ദൈവത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു നിർത്തിക്കൊണ്ട് എന്തനുഗ്രഹമാണ് പിന്നെ വരാനുള്ളത്? ദൈവം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് എന്ത് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് പിന്നെ ദൈവവുമായിട്ടുള്ളത്? എന്ത് കണക്ഷൻ ആണുള്ളത്? ഹല്ലേലൂയ. നോക്കിയേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൈക്ക് കൊണ്ട് അപ്പുറത്തെ റൂമിൽ വെച്ചേച്ച് എനിക്ക് നിങ്ങളോട് എന്ത് കാര്യമാണ് വളരെ കൃത്യതയോടെ കൈമാറാനുള്ളത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റി നിർത്തിക്കൊണ്ട് എന്ത് ആത്മീയ ജീവിതമാണ്. അപ്പൊ നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്നു. ദൈവത്തിന്റെ കൈ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ തടയുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാൻ കഴിയാതെ വണ്ണം തടയുന്നു. നിങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്.
അവൻ കേൾക്കാതവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇപ്പൊ ദൈവത്തിന്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ മറയുന്നു. ആ സെക്കൻഡിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി മറഞ്ഞിരിക്കും. നമ്മളിലേക്കുള്ള അനുഗ്രഹത്തിലൂടെ അത് ഏത് അനുഗ്രഹവും ആകട്ടെ, ഏത് പ്രാർത്ഥനയുടെ മറുപടികളും ആകട്ടെ, അത് നമ്മിലേക്ക് വരുന്നത് തടയപ്പെട്ടിരിക്കും. എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒന്നാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അകൃത്യവും പാപവും നമ്മിലേക്കുള്ള അനുഗ്രഹത്തിന്റെ ഒഴുക്ക് തടയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ സില്ലി ആയിട്ട് ഇതൊക്കെ എന്തുവാ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അൺഫോർഗീവ്നെസ്, ക്ഷമിക്കപ്പെടാത്ത മനസ്സ്. അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കും, എനിക്കിപ്പോ ആരോടാ ഇത്ര ക്ഷമിക്കും, എനിക്കിപ്പോ ആരോടാ വൈരാഗ്യമുള്ള, എനിക്കിപ്പോ ആരോടാ പിണക്കമുള്ള, എനിക്കിപ്പോ ആരോടാ വഴക്കമുള്ള, എനിക്ക് ആരോടുമില്ല. അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയാത്ത മനസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സില്ലി ആയി കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കാരോടാ വഴക്കുള്ള, എനിക്കാരോടാ പിണക്കമുള്ള, എനിക്കാരോടാ മുഷിഞ്ഞ മുഖമുള്ള, എല്ലാവരോടും സൗഹൃദം, എല്ലാവരോടും ചിരിക്കുന്ന ഒരു മുഖം, എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു മുഖം. പക്ഷേ എനിക്ക് തന്നെ മറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എന്നോട് ആരെങ്കിലും മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് മിണ്ടാൻ ഉദ്ദേശിക്കത്തില്ല. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ 2 ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾക്ക് സുഖമാണോ, സന്തോഷമായിരിക്കുന്നു, ഭക്ഷണം കഴിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ എന്നെ കൊണ്ടൊരു വ്യക്തി മുഖം മറച്ച് നിന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പുള്ളി അവിടെ നിൽക്കുന്ന കണ്ടാൽ ഞാൻ മുഖം ഇങ്ങനെ വെച്ചേ പോകുന്നു. കാര്യം പിടികിട്ടും. നമ്മളോട് മിണ്ടാത്തവരോട് നമ്മൾ എന്തിനാ ഇടിച്ചേറി മിണ്ടാൻ പോകുന്നത്? ഈ ഒരു മനോഭാവം. നമ്മൾ വിളിച്ചൊരു ഫംഗ്ഷൻ ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ട് ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം പുള്ളി എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വിളിച്ചിട്ട് പുള്ളി വന്നില്ലല്ലോ, നമ്മുടെ ഒരു കാര്യത്തിന് പുള്ളി ഒന്നും കൊണ്ട് തന്നില്ലല്ലോ, എന്നാ പിന്നെ നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? അല്ലെ നമ്മൾ വിളിച്ചോ പുള്ളി ഇത്രയല്ലേ തന്നുള്ളൂ, നമ്മൾ പിന്നെ എന്തിനാ അവിടെ ഇത്രയും കൊണ്ട് കൊടുക്കുന്നത്? ഇങ്ങനെ ഈ ഒരു മനോഭാവം ഞാൻ വളരെ തമാശ രൂപേണയാണ് പറഞ്ഞു പോകുന്നതെങ്കിലും, ഇതിനകത്ത് അവരെനിക്ക് എന്ത് ചെയ്തു, അവരെന്നോട് എന്ത് ചെയ്തു, അവരിപ്പോൾ എന്നോട് എങ്ങനെയാണ്, അതനുസരിച്ച് ഞാൻ അങ്ങനെ അവരോട് കാണിച്ചാൽ മതി. അൺഫോർഗീവ്നെസ്. നമുക്ക് പിണക്കമൊന്നും ഉള്ളതുകൊണ്ടൊന്നും അല്ല, പക്ഷെ നമ്മളത് കണ്ട് നിന്നാ മതിയല്ലോ. ഈ ഒരു നമ്മുടെ ഒരു ബോധ്യം, ഇത് നമുക്ക് ശരി എന്നാ നമ്മുടെ ചിന്ത. പക്ഷേ ഇത് ഇത് ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾക്ക് നേരെ വിപരീതമാണ്. മനസ്സിലായോ? നമ്മളതിന് വചനമൊക്കെ ചില പറഞ്ഞു, ഇണയില്ല പിണ കൂടണ്ടെന്നും അങ്ങനെ പല വചനങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്ത് കളയും. പക്ഷെ ശ്രദ്ധിക്കൂ, ഇവിടെ ബൈബിൾ പറയുന്നു അതൊരു അന്യായമായ ഒരു ഹൃദയത്തിന്റെ ഉടമയ്ക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനൊക്കത്തുള്ളൂ. മാത്രമല്ല അത് ക്ഷമിക്കാത്ത മനസ്സിന്റെ ഉടമയാണെന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. 25-ാമത്തെ വാക്യത്തിൽ നോക്കി, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴവുകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പേ. ഇത് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം പറയുന്ന ഒരു അവൻ എടുക്കേണ്ട ഒരു മുൻകരുതലിനെ കുറിച്ചാണ് ഇവിടെ ദൈവം ഓർമ്മിപ്പിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കാൻ പോകുന്നത് ദൈവത്തിന് സുഖമാണോ എന്ന് ചോദിക്കാനല്ലല്ലോ, പ്രാർത്ഥിക്കാൻ പോകുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനല്ലല്ലോ, പ്രാർത്ഥിക്കാൻ പോകുന്നത് അവന് തന്നെ ആത്മീയ വർധനവ് വരുത്താനും അവനെ തന്നെ പണിയാനും വേണ്ടിയിട്ടാണല്ലോ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പൊ ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിട്ട് നിങ്ങൾ പ്രയർ കാർപ്പറ്റിലോട്ട് കയറണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളിൽ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഭാഗത്തൊരു ശരിയുണ്ട്, പുള്ളിക്കാരനാണ് തെറ്റുകാരൻ എന്നുണ്ടെങ്കിൽ പോലും, ഇപ്പൊ എന്റെ ഭാഗത്താണ് പിഴവ് എന്ന് മനസ്സിലാക്കുന്നവരോട് മാത്രമല്ല, ഞാൻ പൂർണ്ണമായും ശരിയും, ഞാൻ 100-ൽ 100 ശരിയും, പുള്ളിയുടെ ഭാഗത്ത് ആ മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിന്റെ വചനം, വിശുദ്ധ ബൈബിൾ പറയുന്നു, നമുക്ക് ആരോടും വിരോധം പാടില്ല. നമുക്കൊരു
ഒരു 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 അൺഫോർഗീവ്നെസ് നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം നാം ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോൾ നമുക്കും പിഴവുണ്ടെന്നുള്ളൊരു ബോധ്യം വേണം, നമുക്കും കുറവുകൾ ഉണ്ടെന്നുള്ളൊരു ബോധ്യം വേണം. അത് നമ്മുടെ പിതാവ് നമ്മളോട് ക്ഷമിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കും ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിപ്പിൻ. അൺഫോർഗീവ്നെസ് നമ്മുടെ ലൈഫിലെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്തിരിക്കും. മാത്രമല്ല നമ്മുടെ അഭിഷേകത്തെ അത് ബ്ലോക്ക് ചെയ്തിരിക്കും. നമ്മിലേക്ക് വെളിപ്പെടാനുള്ള ദൈവീക പ്രകാശത്തെ അത് തടഞ്ഞിരിക്കും. കാരണം നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു കറുത്ത നിഴലാണ് ശരിക്കും നമുക്ക് മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരവസ്ഥ. നമ്മുടെ മനസ്സിലുള്ള ഒരു കറുത്ത നിഴലാണ്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയാത്തതും, മറ്റൊരു വ്യക്തിയോട് പൊറുക്കാൻ കഴിയാത്തതും, മറ്റൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്തതും, അങ്ങനെ നമുക്ക് തോന്നാത്ത ഒരു മനസ്സിനകത്ത് എവിടെയോ ലേശം കറുത്ത നിഴലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ കണ്ടോ, അപ്പൊ നമ്മളൊരു മറുപടിക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. നിങ്ങൾ ക്ഷമിപ്പീൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മറുപടി അവിടെ ബ്ലോക്കാണ്. ലീഗലി അത് ബ്ലോക്കാണ്, നിയമപരമായി അത് ബ്ലോക്കാണ്. നിയമപരമായി നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ, നമ്മുടെ അനുഗ്രഹങ്ങൾ അവിടെ ബ്ലോക്ക് ആകും എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ക്ഷമിക്കാത്ത മനസ്സ് പ്രാർത്ഥനയുടെ ശക്തിയെ തടയും. ക്ഷമിക്കാത്ത മനസ്സ്, ദൈവമൊക്കെ ആർക്കെങ്കിലും ഒന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ക്ഷമിക്കാത്ത മനസ്സ് പ്രാർത്ഥനയുടെ ശക്തിയെ തടയും. നിങ്ങൾക്ക് സാധിക്കുമോ ഒരു വ്യക്തിയോട് വഴക്കുണ്ടാക്കിയിട്ട് പോയിരുന്ന് അന്യഭാഷയിൽ ശബ്ദമുയർത്തി പൊട്ടിത്തെറിച്ച് പ്രാർത്ഥിക്കാൻ? പറ്റത്തില്ല. എനിക്കൊരു കാലത്ത് സാധിക്കുമായിരുന്നു, ശരിക്കും പറ്റത്തില്ല. ഞാൻ ഈ ദൈവവചനം കൂടുതൽ മനസ്സിലാക്കും തോറും, ഞാൻ ഈ ദൈവത്തിന്റെ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കും തോറും, ഞാനിപ്പോ ഒത്തിരി കാര്യങ്ങൾ എന്നെ തന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. പല കാര്യങ്ങൾ ഈ ബൈബിളിന്റെ പ്രത്യേകതയാണ്. നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളെ വായിക്കും എന്നുള്ളത്. എന്നുള്ളതാണ് ബൈബിളിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും അനുഗ്രഹിക്കപ്പെടാത്തതിനും പിന്നിൽ വലിയ കാരണങ്ങളുണ്ട്. വലിയ 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 കാരണങ്ങൾ ദൈവത്തിന് പറയാനുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നോക്കിയേ. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. താങ്ക് യു ജീസസ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ അവിശ്വാസം. അതിൽ യാക്കോബ് ഇങ്ങനെയാ പറയുന്നത്, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ ഈ 2 കാര്യം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, മൂന്നാമത്തെ കാര്യമാണ് വിശ്വാസത്തോടെ വളരെ 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 കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം, ഒരു ഫെയ്ത്ത് നമ്മിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്തു പ്രശ്നത്തിനും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഏത് പ്രശ്നത്തിനും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ പോംവഴിയുണ്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ ലൈഫിൽ വേണം. അപ്പൊ തന്നെ ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ട്, ഒരു വാസ്തവേ ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ അതിനകത്തൊരു ചലനം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ പോലും ആ പ്രശ്നം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ തല പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് തല പോകുന്ന രീതിയിലല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ തന്നെ താഴേക്ക് കേൾക്കുന്ന വാക്യവചനങ്ങൾക്കകത്തു നിന്ന് നമ്മൾ ശോധന ചെയ്യണം. ആ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് റിലീസായിട്ടും അത് എന്നിലേക്ക്, ആ കാണപ്പെടുന്ന ഈ വിസിബിൾ വേൾഡിലേക്ക് അതിന്റെ മറുപടികൾ തടഞ്ഞു വെച്ചേക്കുന്നതാണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. അപ്പൊ മൂന്നാമത് പറയുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഒരു വ്യക്തിക്ക്
മറുപടി കൊണ്ടുവരും. കർത്താവിൽ നിന്ന് ചിലത് പിടിച്ചെടുക്കും, കർത്താവിൽ നിന്ന് ചിലത് പിടിച്ചു വാങ്ങും. 7-ാമത്തെ വാക്യം പറയുന്നത്, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലത് ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അതിന്റെ അർത്ഥം ദുർസംശയത്തോടെ അവിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ഉള്ള പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്നു എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ, 4-ാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നു. 4-ാമത്തെ കാര്യം, സ്വാർത്ഥമായിട്ടുള്ള അഭ്യർത്ഥനകൾ നമ്മുടെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്നു, പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്നു. യാക്കോബിന്റെ തന്നെ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. യാക്കോബിന്റെ തന്നെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ, യാക്കോബിന്റെ തന്നെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഈ പ്രയർ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പല കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥനയ്ക്കകത്തും നമുക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇവിടെ പ്രാർത്ഥിക്കാത്തവരെ കുറിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ യാചിക്കാത്തവരെ കുറിച്ചല്ല പറയുന്നത്, വല്ലാതെ യാചിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ യാചനയും ഇവരുടെ പ്രാർത്ഥനയും എല്ലാം ഭൗതികം. എല്ലാ കാര്യങ്ങളും ഭൗതികമായിട്ടാണ് ഇവർ ചോദിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമുക്കൊരു എന്താ പറയുന്ന നമ്മൾ ഈ കാര്യത്തിനകത്തൊക്കെ നമ്മൾ ഒരു എഡിഫിക്കേഷൻ വേണം. അത് നമുക്ക് നിർബന്ധമായിട്ടും വേണം. കാരണം ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമാവണ്ണം ചോദിപ്പിൻ എന്നൊരു വാക്യം കിടപ്പുണ്ട്. ദൈവത്തിന് പ്രസാദകരമാവണ്ണം നാം ചോദിപ്പിൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. സോ നമ്മുടെ പ്രാർത്ഥനകൾ കേവലം ഭൗതിക ആവശ്യങ്ങൾ നടത്തിയെടുക്കുക എന്നതിനേക്കാൾ അപ്പുറമായി നമുക്കൊരു ആത്മീയ വർധനവ് വരുത്തുക എന്ന ഒരു നിലവാരത്തിലേക്കും കൂടെ, അതായത് ദൈവനാമ മഹത്വത്തിന് എന്ന വണ്ണമുള്ളൊരു നിലവാരത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ തടയപ്പെടും, അനുഗ്രഹത്തിന്റെ ഒഴുക്ക് തടയും. എന്റെ ഈ വാക്കിനകത്ത് നമ്മൾ ഭൗതിക കാര്യം പ്രാർത്ഥിക്കരുതെന്നോ, ഈ സ്വാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത് ദേശത്തിന്റെ കാവൽക്കാരായിട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അതിര് വെക്കരുത്. ഞാൻ, എന്റെ കുടുംബം, എന്റെ സഭ, അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, ഇതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ, ഇപ്പൊ ഞാൻ എനിക്ക് വെക്കുന്ന ഒരു അതിരാണെങ്കിൽ അത് ഇത്രേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ എനിക്ക് വെക്കുന്ന ഒരു അതിരാണെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്നൊരു ചിന്തയ്ക്കകത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. ഇപ്പൊ എന്നിൽ നിന്ന് പുറത്തേക്കൊന്നും പോകത്തില്ല. എന്നിൽ നിന്ന് പുറത്തേക്ക്, എന്റെ പ്രാർത്ഥനയിലൂടെയും ചിലത് പുറത്തേക്ക് പോകണം, എന്റെ പ്രവൃത്തിയിലൂടെയും ചിലത് പുറത്തേക്ക് പോകണം. അതൊരു സൈനാണ്. ഞാൻ തന്നെ എന്റെ അതിരുകളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സൈനാണ്. എന്റെ പ്രാർത്ഥനകൾ കുറച്ചും കൂടെ വിശാലമാക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ സമൂഹത്തിന് വേണ്ടി, എന്റെ ദേശത്തിന് വേണ്ടി, എന്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നമ്മൾ പുറത്തേക്ക് ആ പ്രാർത്ഥന ഒന്ന് പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു അതിര് പൊളിച്ചു. രണ്ടാമത്തെ കാര്യം, എന്റെ ആവശ്യങ്ങൾ എന്ന സ്ഥാനത്ത് നിന്ന് നാം ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മുടെ കൈ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് പ്രയോജനപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ അവിടെ നമ്മൾ രണ്ടാമത്തെ അതിര് പൊളിച്ചു. നമുക്ക് വെക്കുന്ന അതിരുണ്ട്, ആ അതിര് പൊളിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമുക്ക് വെച്ച അതിരിലേക്ക് നമുക്ക് എത്താൻ ഒക്കത്തുള്ളൂ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അപ്പൊ ഞാൻ എന്റെ മൈൻഡിന് വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ടാവും. ഞാൻ ആർക്കും ഒരു കാര്യം, ഒരു 5 പൈസയുടെ ഉപകാരം എന്നെ കൊണ്ട് കാണത്തില്ല, എന്നെ കൊണ്ട് വാക്കുകൊണ്ട് ഉപയോഗം കാണത്തില്ല, പ്രവൃത്തി കൊണ്ട് ഉപയോഗം കാണത്തില്ല, ശരീരം കൊണ്ട് ഉപയോഗം കാണത്തില്ല, ഒന്നുകൊണ്ട് ഒരു ആശയങ്ങൾ കൊണ്ട് ഉപയോഗം കാണത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്റെ മനസ്സിന് വെച്ചേക്കുന്ന, ദൈവം വന്ന് കെട്ടിയിട്ടൊന്നും അല്ല, ഞാൻ എന്റെ മനസ്സിന് വെച്ചേക്കുന്ന ഒരു അതിരാണ്. എന്നാൽ ആ അതിര് പൊളിക്കണമെങ്കിൽ ഇനി ദൈവം അല്ല അതിന് ഇറങ്ങി വരണ്ട, ഞാൻ തന്നെ പൊളിച്ചാലേ ഒക്കത്തുള്ളൂ. ആ അതിര് ഞാൻ തന്നെ പൊളിച്ചാലേ ഒക്കത്തുള്ളൂ. അവിടെ നിന്ന് ഞാൻ മാറി ആ അതിര് പൊളിച്ച് ഞാൻ 10 പേർക്ക് പ്രയോജനപ്പെടണം എന്നുള്ളൊരു നിലയിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്തെല്ലാം ഒരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാൻ കഴിയും. അതുപോലെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മൈൻഡിനിട്ടേക്കുന്ന അതിര്, മനസ്സിനിട്ടേക്കുന്ന അതിര്, ബുദ്ധിക്കിട്ടേക്കുന്ന അതിര്, നിങ്ങളുടെ തന്നെ കൈക്കിട്ടിരിക്കുന്ന അതിര്, നിങ്ങൾക്ക് മനസ്സിന് ആത്മാവിന് വെച്ചിരിക്കുന്ന ഒരു അതിര്,
നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ ഈ വചനം കേൾവിൽ അത് പൊളിക്കുക. സ്വാർത്ഥമായ പ്രാർത്ഥന ദൈവം വെറുക്കുന്നു, സ്വാർത്ഥമായ ചിന്തകൾ ദൈവം വെറുക്കുന്നു. കാരണം ഇവിടെ യാക്കോബ് പറയുന്നു, നിങ്ങൾ യാചിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 10 പൈസ എടുത്ത് ആവശ്യക്കാരനുണ്ടെന്ന് കണ്ടാൽ കൊടുക്കത്തില്ല. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 10 പൈസ എടുത്ത് ദൈവവേലയ്ക്ക് കൊടുക്കത്തില്ല. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 10 പൈസ എടുത്ത് വിശക്കുന്നവന് കൊടുക്കത്തില്ല. ചെലവിടേണ്ടതിന്, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. ഇത് ദൈവം പറയുന്നു, ഒന്നും ലഭിക്കുന്നില്ല. ഇന്ന് ആ അവസ്ഥയിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ആ അവസ്ഥയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ സെക്കൻഡിലും ഈ വചനത്തിന്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു മാറ്റം നിങ്ങൾക്ക് വേണം. ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എന്റെ ചിന്തകളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. 5ാമത്തെ കാര്യം എന്താണ്? കുടുംബത്തിനകത്തുള്ള സംഘടിതാവസ്ഥ. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ തടയപ്പെടുന്നതിനും അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത് തടയപ്പെടുന്നതിനും കുടുംബത്തിൽ വലിയൊരു പങ്കുണ്ട്. കുടുംബജീവിതത്തിൽ കഴിയുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, കുടുംബത്തിന് വലിയൊരു പങ്കുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3:7 നിങ്ങളൊന്ന് നോക്കിക്കേ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നോക്കുമ്പോൾ, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് ഓർത്തും അവരെ ബഹുമാനം കൊടുപ്പിൻ. ഇത് മേളിൽ ഭാര്യമാർക്കും വചനം കിടപ്പുണ്ട്. നിങ്ങൾ ഭർത്താക്കന്മാർ ഒന്ന് ശ്രദ്ധിച്ച, ഭാര്യമാരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടത്, ഇപ്പൊ കുടുംബത്തിൽ ഭർത്താവ് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ഭാര്യയും പ്രാർത്ഥിക്കണം. അപ്പൊ ഭാര്യയുടെ പ്രാർത്ഥന ഭർത്താവിനെ കൊണ്ട് മുടങ്ങാതിരിക്കേണ്ടതിനും ഭർത്താവിന്റെ പ്രാർത്ഥന ഭാര്യയെ കൊണ്ട് മുടങ്ങാതിരിക്കണമെങ്കിലും 2 കൂട്ടർക്ക് വേണ്ട എന്താണെന്നറിയാമോ? വിവേകമാണ്. വിവേകത്തോടുകൂടെ വസിക്കണം. 2 ബഹുമാനമാണ്. ഭാര്യ ഭർത്താവിനെയും ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. ഇത് 2ഉം നമ്മുടെ പ്രാർത്ഥനയുടെ സ്ഥിരതയെ പിടിച്ചു നിർത്തും. ഇത് 2ഉം നമ്മുടെ മിനിസ്ട്രിയെ പിടിച്ചു നിർത്തും. ഇത് 2ഉം നമ്മുടെ പ്രാർത്ഥനയിലെ ശക്തിയെ വർദ്ധിപ്പിക്കും. ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കാതെ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവിന് ബഹുമാനം കൊടുക്കാതെ ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ, ഇത് 2 പേരും കേട്ടോ, ഇത് 2 പ്രാർത്ഥനയെ നിങ്ങളുടെ തട്ട്, നിങ്ങളുടെ ആ റൂഫ്, നിങ്ങളുടെ ആ വീടിന്റെ മേൽക്കൂര കടന്ന് പുറത്തേക്ക് പോകാത്ത നിലയിൽ ന്യായമായി തടഞ്ഞു വെക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനൊരു കുടുംബസ്ഥനാണ്. എന്റെ കുടുംബത്തിൽ എനിക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ വിശ്വസ്തനല്ലാതെ, അതിനകത്ത് ഞാൻ കാര്യങ്ങളെ ഗൗനിക്കാതെ, അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ബോധവാനല്ലാതെ എനിക്കൊരു മിനിസ്ട്രി ഇല്ല. നിങ്ങളൊരു കുടുംബസ്ഥനായിരിക്കാം, നിങ്ങളൊരു കുടുംബിനി ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു നീതിയുണ്ട്. ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ട ഒരു നീതിയുണ്ട്. പാരന്റ്സ് മക്കളോട് കാണിക്കേണ്ട ഒരു നീതിയുണ്ട്. ഇതെല്ലാം ദൈവവചനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതനുസരിക്കാത്ത ഒരു പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നില്ല. അതനുസരിക്കാത്ത ഒരു ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അനുഗ്രഹം ദൈവം ആർക്കും തരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നതിന്റെ പിന്നിലും അനുഗ്രഹിക്കാത്തതിന്റെ പിന്നിലും വ്യക്തമായ കാരണങ്ങളുണ്ട്. ദൈവവചനം ആരുടെ അനുഗ്രഹത്തെയും ബ്ലോക്ക് ചെയ്യുന്നില്ല. എന്നാൽ ദൈവവചനം അനീതി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരുടെ അനുഗ്രഹത്തെ തടയുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ മനസ്സിലാക്കാത്തൊരു ഭർത്താവാണ് വീട്ടിലുള്ളത് എന്ന് നമ്മൾ പറയും. എന്റെ വിളി മനസ്സിലാക്കാത്തൊരു ഭാര്യയാണ് എനിക്കുള്ളത് എന്ന് നമ്മൾ പറയും. എന്നാൽ അതിനെ നാം വ്യക്തമായി തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് പരിശോധിച്ച് ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്ത ഒരു വ്യക്തിത്വമായി നമ്മെ നിർത്തുക എന്നുള്ളത്
നമ്മുടെ ചുമതലയായതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ചിന്തിക്കുക. ചില കുടുംബത്തിനകത്തും പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ അംഗീകരിക്കുന്ന ഭർത്താവ് ഉണ്ടാകത്തില്ല. എല്ലാ കുടുംബത്തിനകത്തും ഭർത്താവ് ദൈവ വേലയിൽ നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ ഉണ്ടാകത്തില്ല. സോ അവർ ദൈവസന്നിധിയിൽ ആ വിഷയത്തെ ഭരമേൽപ്പിച്ച് ആ ദൈവവചനം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ നമ്മുടെ ഭാഗത്ത്, ഞാനതാ നിങ്ങളോട് പറഞ്ഞ forgiveness, ക്ഷമിക്കുക. അൺഫോർഗീവ് ആയിട്ടുള്ളൊരു മൈൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അവരോട് forgive ചെയ്ത്, അവരോട് ക്ഷമിച്ച്, ഞാനൊരു ക്ഷമയുടെ മനസാക്ഷിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നാം ഉറപ്പുവരുത്തി നമ്മുടെ അനുഗ്രഹങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ കയ്യിലേക്ക് വരും. അവസാന പോയിന്റ് ഇതാണ്, നമ്മുടെ ധൈര്യം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങളൊന്ന് എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ഇതൊരു ഉപമയാണ്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, ധൈര്യത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ചിലർക്ക് ഭൂതങ്ങളെ പേടിയാണ്, ചിലർക്ക് തിരിച്ചടികൾ പേടിയാണ്, ചിലർക്ക് വ്യക്തികളെ ഭയമാണ്. അങ്ങനെ പല രീതിയിൽ ഭയത്തോടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ധൈര്യത്തോടു കൂടിയ ഭയം എന്ന് പറയുന്നത് സാത്താന്റെ ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു ധൈര്യത്തോടു കൂടിയ പ്രാർത്ഥന നമ്മുടെ മറുപടിയെ കൊണ്ടുവരുന്നു. ധൈര്യത്തോടു കൂടിയ പ്രാർത്ഥന. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ അനുഗ്രഹങ്ങൾ തടയപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥനകൾ നിയമപരമായി സാത്താന് തടയാൻ കഴിയരുത്. അതുകൊണ്ട് നാം ഈ പറഞ്ഞ ഓരോ വചനങ്ങളും എടുത്തു വെച്ച് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഇന്നു മുതൽ ഉള്ള പ്രാർത്ഥന ദൈവവചന പ്രകാരവും ദൈവത്തിന്റെ പ്രസാദ പ്രകാരവും ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവും. നമ്മുടെ അനുഗ്രഹങ്ങളുടെ ഒഴുക്കുകൾ റിലീസ് ചെയ്യപ്പെടും. ആ ഒഴുക്കിനെ തടയുന്ന സകല ശത്രുവിന്റെ ബലത്തെയും യേശുവിന്റെ ആത്മാവ് തകർത്തിരിക്കും. സോ നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാകും. ഇന്നു മുതലൊരു തീരുമാനമെടുത്താട്ടെ. എനിക്ക് ആരോടും ശത്രുതയില്ല, എനിക്ക് ആരോടും പിണക്കമില്ല. എന്നോട് ആര് ചിരിച്ചില്ലേലും ഞാൻ അവനെ കണ്ടാൽ ചിരിക്കും. എന്നോട് ആര് മിണ്ടിയില്ലേലും എനിക്ക് മിണ്ടാനൊരു അവസരം കിട്ടിയാൽ ഞാൻ മിണ്ടും. എനിക്ക് ആര് നന്മ ചെയ്തില്ലേലും എനിക്ക് നന്മ ചെയ്യാൻ ഒരു അവസരം വന്നാൽ ഞാൻ നന്മ ചെയ്യും. കാരണം എന്റെ വിഷയമാണ്, എന്റെ അനുഗ്രഹം എന്റെ വിഷയമാണ്. നിത്യത എന്ന് പറയുന്നത് വരെ എന്റെ ഒരു അനുഗ്രഹമാണ്, അതെന്റെ വിഷയമാണ്. എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും, എനിക്ക് സാമ്പത്തികമാകട്ടെ, മറ്റ് പ്രാർത്ഥനയുടെ മറുപടികളാകുന്ന അനുഗ്രഹങ്ങളാകട്ടെ, എല്ലാം എന്റെ വിഷയമാണ്. സോ എനിക്ക് നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ നന്മ ചെയ്യും. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ശുശ്രൂഷ ചെയ്യും. എനിക്കൊരു വ്യക്തിയെ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ സഹായിക്കും. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തുവിനെ ഉയർത്താൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഉയർത്തും. എനിക്ക് ഒരു വ്യക്തിയെ സമാധാനിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ സമാധാനിപ്പിക്കും. ഞാൻ ദൈവവചന പ്രകാരമേ ജീവിക്കത്തുള്ളൂ. എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ ദൈവവചന പ്രകാരമേ ജീവിക്കത്തുള്ളൂ, ഞാൻ ദൈവവചന പ്രകാരമേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഇതൊക്കെ ഒന്ന് കമന്റ് ആയിട്ടിട്ട് എല്ലാവരും ഒന്ന് വായിക്കട്ടെ. ഞാൻ ദൈവവചന പ്രകാരമേ മുമ്പോട്ട് പോകത്തുള്ളൂ, ഞാൻ ദൈവവചന പ്രകാരമേ എന്റെ കുടുംബജീവിതം നയിക്കത്തുള്ളൂ, ഞാൻ ദൈവവചന പ്രകാരമേ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തത്തുള്ളൂ. ആ രീതിയിൽ എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ പറ്റും? അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുത്തേക്കുക. കഴിയുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട്, വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ ഇൻസ്റ്റയിൽ നിങ്ങൾ സ്റ്റോറി ആയിട്ടോ നിങ്ങൾ ഇട്ടേക്കുക. അനേകർ കാണട്ടെ, ഈ സന്ദേശമൊക്കെ അനേകർ കാണട്ടെ. നിങ്ങൾക്ക് ഞങ്ങളുടെ റെഗുലർ മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾക്ക് മെമ്പർ ആകാം. അന്നേരം നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ, ഞങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ റെഗുലർ മീറ്റിംഗ്സിന്റെ അനൗൺസ്മെന്റുകൾ നിങ്ങൾക്ക് അതിൽ ലഭിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദേശം കേൾപ്പിച്ചത്. സോ നമ്മുടെ ഒരു ഷെയറിങ്ങിലൂടെ, നമ്മുടെ ഒരു സ്റ്റാറ്റസിലൂടെ മറ്റൊരു വ്യക്തിയുടെ ഈ സന്ദേശം കണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബോണസ് ഉണ്ട്. ആമേൻ.
നമുക്ക് അടുത്തൊരു ദിവസം പുതിയ സന്ദേശവുമായി കാണാം. അതുവരെ അത്യുന്നതനായ ദൈവത്തിന്റെ തങ്കച്ചിറകടിയിൽ നിങ്ങൾക്കുള്ളതെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.